മുകളിൽ നിന്നാണ് നമ്മൾ കലം വെക്കുന്നത്. ഇതുപോലെയാണ് കലം വെക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു ചെരിഞ്ഞിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഹീലിയ വരച്ചു കൊടുത്തു. പിന്നെ അലിഫിൻ്റെ ഹീലിയ താജ് വരുന്നത് 1.5 നുക്തയാണ്. അപ്പോൾ ഓരോരോ ലെറ്റേഴ്സിനും അതിനനുസരിച്ചിട്ടാണ് ഹീലിയ താജ് വരിക. അപ്പോൾ അലിഫിന് ഹീലിയ താജ് വരുന്നത് 1.5 നുക്തയാണ്. അപ്പോൾ 1.5 നുക്ത എന്ന് പറയുമ്പോൾ ഇതാണ് 1 നുക്ത, ഇത് രണ്ടാമത്തെ നുക്ത, ഇത് 3, അങ്ങനെയാണ് നുക്തകളുടെ കണക്ക് പോകുന്നത്. 1.5 നുക്ത എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ 1 നുക്തയും രണ്ടാമത്തെ നുക്തൻ്റെ ഹാഫും വരുന്നതാണ് 1.5 നുക്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെയാണ് നമ്മൾ അലിഫിൻ്റെ ഹിലിയ താജ് വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഹിലിയ താജ് വരക്കുമ്പോൾ ആദ്യം നമ്മൾ ഹീലിയ വരച്ചിട്ടുണ്ട്. ഇനി താജ് വരക്കുമ്പോൾ ഇവിടെ നിന്ന് നേരെ താഴേക്ക് കലമിൻ്റെ ഒരു സൈഡ് നിബ് വെച്ചിട്ട് ഈ 1.5 നേരാക്കിയിട്ട് വരച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഇവിടെ നിന്നല്ല കൊടുക്കുന്നത്, ഈ ഒരു ഭാഗത്തു നിന്ന്, ഈ പുറത്തേക്ക് കാണുന്ന ഈ ഹീലിയം എന്നാണ് അടുത്തത് വരച്ചു കൊടുക്കുന്നത്, താജ് വരച്ചു കൊടുക്കുന്നത്. ഇതാണ് എന്ത്, അപ്പോഴാണ് അലിഫ് കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ നുക്തയിട്ടാണ് വരച്ചത്. അത് സ്ട്രോക്ക് ഇട്ട് വരച്ചു, പിന്നെ നുക്ത ഇട്ടിട്ട് വരച്ചു. ഇനി നമ്മൾ സ്ട്രോക്കൊന്നും ഇല്ലാതെ, അതായത് നമ്മളൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ സ്ട്രോക്കുകളൊന്നും ഇല്ലാതെയാണ് നമ്മൾ വർക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ നല്ലപോലെ നുക്ത ഇട്ടിട്ട് പ്രാക്ടീസ് ചെയ്താലാണ് നമുക്ക് നുക്ത ഇല്ലാണ്ട് പെട്ടെന്ന് വരക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നുക്ത ഇല്ലാണ്ട് വരക്കുകയാണ്. കലം 80 ഡിഗ്രിയിൽ തന്നെ താഴേക്ക് വെച്ചിട്ട് സ്ട്രൈറ്റായിട്ട് വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇങ്ക് പകുതിക്കുന്ന കഴിയുകയാണെങ്കിൽ വീണ്ടും ഡിപ്പ് ചെയ്യുക, മുകളിൽ നിന്ന് ഇങ്ങനെ ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി ഇതിന് ഹിലിയ താജ് വരക്കുമ്പോൾ ഇതിൻ്റെ നേരെ മുകളിലാണ് കലം വെക്കുന്നത്. ഒരിക്കലും ആ ഫസ്റ്റ് സ്ട്രോക്കുമല്ല വരക്കുന്നത്, ഇതിൻ്റെ മുകളിൽ കലം വെച്ചിട്ട് ഇങ്ങനെ ഹീലിയ വരച്ചു കൊടുത്തു. എന്നിട്ട് ആദ്യമേ ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യുക, ഇതുപോലെ താജ് വരച്ചു കൊടുക്കാം. ഇതാണ് അലിഫ്. ഇനി അലിഫിൽ വരുന്ന വേറൊരു മോഡലാണ് അലിഫിൽ വരുന്ന വേറൊരു മോഡലാണ് അലിഫ് വരച്ചു കൊടുത്തു. നമ്മൾ താജില്ലാതെ ഹീലിയ മാത്രമാക്കി കൊടുക്കുന്നത്. ഈ ഹീലിയ കുറച്ച് വലിയതാക്കി കൊടുക്കുന്ന ഇങ്ങനെ ഒരു അലിഫും വരുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരു മോഡലും കൂടി വരുന്നുണ്ട്. അതാണ് അങ്ങനെ വരച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങനെ ഒരു എസ് സ്ട്രോക്ക് പോലെ കൊടുക്കുന്നത്. ഇതും അലിഫിൽ വരുന്നൊരു മോഡലാണ്. അപ്പോൾ ഈ ഒരു 3 ടൈപ്പിൽ നമുക്ക് അലിഫ് എഴുതാൻ പറ്റും. ഫസ്റ്റ് ഈ ടൈപ്പ്, പിന്നെ രണ്ടാമത്തെ ഇതുപോലെ എഴുതാം താജില്ലാതെ. ഇത് നമുക്ക് ഇങ്ങനെ ഒരു എസ് സ്ട്രോക്ക് ഇട്ടിട്ട് ഇങ്ങനെയും അലിഫ് എഴുതാൻ പറ്റും. ഇനി അടുത്ത ലെറ്ററാണ് ബാ. അലിഫ് നമുക്ക് ഈ ഒരു 3 ടൈപ്പിലാണ് എഴുതാൻ പറ്റുക. അടുത്തതാണ് ബാ. അടുത്ത ലെറ്ററാണ് ബാ. ബാന് പേര് വരുന്നുണ്ട്. അലിഫിന് നമുക്ക് പേര് വരുന്നില്ല, കാരണം അലിഫ് ഒരു മോഡലിലാണ് എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ഈ മുകളിൽ വരുന്ന ഹിലിയ താജിലാണ് വ്യത്യാസം വരുന്നത്. പക്ഷേ ബാ 2-3 ടൈപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ബാൻ്റെ പേരാണ് ബാ മജ്മൂഅ. ബാ മജ്മൂഅയാണ്. ഈ ബാ മജ്മൂഅക്ക് 3.5 നുക്ത താഴേക്ക് മുകളിൽ 1 നുക്തയാണ് വരുന്നത്. ബാന് 3.5 നുക്ത താഴേക്കും മുകളിൽ 1 നുക്തയും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാന് നമ്മൾ 9ാമത്തെ സ്ട്രോക്ക് ചെരിച്ചിട്ടാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ആ വരക്കുന്നത് ഈ നുക്തൻ്റെ നേരെ താഴേന്നും ഈ ലൈനുമ്മലും അങ്ങനെ കലം വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇങ്ങനെ ചെരിച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ്. ഈ ഒരു 2 നുക്ത വരെയാണ് ഈ ഫസ്റ്റ് സ്ട്രോക്ക് നമ്മൾ കൊടുക്കുന്നത്. 2 നുക്ത വരെയാണ് ഫസ്റ്റ് സ്ട്രോക്ക് കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടേക്ക് 6 നുക്ത നമുക്ക് ഈ ലൈനുമ്മ കൊടുക്കണം. അതേപോലെ ഇവിടെ ഇങ്ങനെ കറക്റ്റ് 1 നുക്ത വരുന്നുണ്ട്. 2 ലൈനിന് ടച്ച് ചെയ്തുകൊണ്ട് 1 നുക്ത വരുന്നുണ്ട്.
ബാഇന് 6 നുക്ത നമ്മൾ ഈ ലൈനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ലൈൻ വരച്ചിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ കലം വെച്ചിട്ട് നമ്മൾ 16ാമത്തെ സ്ട്രോക്ക്, നമ്മൾ ഇന്നലെ പഠിച്ച 16ാമത്തെ സ്ട്രോക്കാണ് വരയ്ക്കുന്നത്. ഇവിടെ കലം വെച്ചിട്ട് നേരെ 4ാമത്തെ നുക്തൻ്റെ താഴേക്ക് വരച്ചു കൊടുത്തു. അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ പഠിച്ച 14ാമത്തെ സ്ട്രോക്ക്, ഇത് 16ാമത്തെ സ്ട്രോക്കാണ്. ഇനി അടുത്തതാണ് എന്ത് 14ാമത്തെ സ്ട്രോക്ക്. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കണക്റ്റാക്കി കൊടുക്കണം. ഇവിടുന്ന് ഇങ്ങനെ കണക്റ്റാക്കി കൊടുക്കാം. ഇതാണ് നമ്മൾ കാലിഗ്രഫിയിൽ ബാ എഴുതുക. ഈ ഒരു രീതിയിലാണ് ബാ എഴുതുക. ഇനി അടുത്ത ബാ ആണ്. ഇത് നമ്മൾ നുക്ത ഇല്ലാണ്ട് വരക്കുകയാണെങ്കിൽ, ബാ നമ്മൾ നുക്ത ഇല്ലാണ്ട് വരക്കുകയാണെങ്കിൽ നമുക്ക് ബാ പഠിച്ചാൽ തന്നെ ബാ താ താ ഈ 3 ലെറ്റേഴ്സ് നമുക്ക് എഴുതാൻ പറ്റും. ബാ നമ്മൾ നുക്ത ഇല്ലാണ്ട് വരക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഈ ഒരു സ്ട്രോക്കാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ തന്നെ കലം വെച്ചിട്ട് ഇതുപോലെ 16ാമത്തെ സ്ട്രോക്ക് ഒന്ന് താഴേക്ക് വരച്ചു കൊടുത്തു, ഒരു സ്ലോപ്പായിട്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് 14ാമത്തെ സ്ട്രോക്ക് അങ്ങനെ എന്ത് ചെയ്യുക, കണക്റ്റാക്കി കൊടുക്കാം. അങ്ങനെയാണ് ബാ വരക്കുക നമ്മൾ. ഇതാണ് ബാ മജ്മൂ എന്ന് പറയുന്നത്. ഇനി അടുത്ത ബാ ആണ് ബാ മുദ്ഗം, അല്ലെങ്കിൽ ബാ മുസ്തൽഖി എന്നൊക്കെ പറയും. അടുത്ത ബാ ആണ് ബാ മുദ്ഗം. മുദ്ഗം ബാ വരക്കുമ്പോൾ അടുത്ത ബാ ആണ് ബാ മുദ്ഗം. ബാ മുദ്ഗം നമ്മൾ വരക്കുമ്പോൾ 2 നുക്ത ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തു. മുകളിൽ 7 നുക്തയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൽ 6ാമത്തെ നുക്തൻ്റെ താഴെ 1.5 നുക്ത, അതേപോലെ 4ാമത്തെ നുക്തൻ്റെ താഴെ 1 നുക്തയും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റത്തെ 1 നുക്തനെ നമ്മൾ ജസ്റ്റ് ഒരു ബോക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ കലം വെച്ചിട്ട് 90 ഡിഗ്രിയിൽ ലൈനും അങ്ങനെ കലം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു സ്ട്രോക്ക് വരച്ചു കൊടുത്തു. ഇനി അടുത്തത് ഇവിടെ നിന്ന് 7ാമത്തെ നുക്തൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മളിതുപോലെ വരച്ചിട്ട് മുകൾക്ക് ഒരു ശരി പോലെ ഉയർത്തി കൊടുക്കണം. അങ്ങനെ ഇതിലേക്ക് ടച്ചാക്കി കൊടുക്കണം. ഇതാണ് ബാ മുദ്ഗം. ഇത് സാധാ ബാ മജ്മൂഅനെക്കാട്ടി സിമ്പിളായിട്ട് വരക്കാൻ പറ്റുന്നൊരു ബാ ആണ്. ഇത് നമുക്ക് നുക്ത ഇല്ലാണ്ട് ബാ ആണ്. ഇത് നമുക്ക് നുക്ത ഇല്ലാണ്ട് വരക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ഇങ്ങനെ മുകൾക്ക് ഉയർത്തിയിട്ട് ജസ്റ്റ് ഒരു ടിക്ക് പോലെ ഇങ്ങനെ മുകൾക്ക് ഉയർത്തിയിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇതാണ് ബാ മുദ്ഗം. ഇത് ബാ ആവുമ്പോൾ നമുക്ക് ഇവിടെയാണ് പുള്ളിയിട്ട് കൊടുക്കുക. താ ആവുമ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്താണ് താനും പുള്ളി വരച്ചു കൊടുക്കുക. ഇനി അടുത്ത ബാ ആണ് ബാ മുസ്തൽഖി എന്ന് പറയുന്നത്. ഈ ബാ മുസ്തൽഖി എന്ന് പറയുന്നത് നമുക്ക് വിസ്മയൊക്കെ എഴുതുമ്പോൾ എഴുതാൻ പറ്റുന്ന ഒരു ടൈപ്പ് ബാഗും കൂടിയാണ്. ഈ ബാഗിന് നമ്മൾ 3.5 നുക്തയാണ് നീളം വരുന്നത്. ഈ ബാഗിന് 3.5 നുക്തയാണ് വരുന്നത്. 3.5 നുക്ത താഴേക്കും ജസ്റ്റ് ഒരു 1/2 നുക്ത ഈ സൈഡിലേക്കും ആക്കിയിട്ട് വരച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടുന്ന് ഒരു എസ് സ്ട്രോക്കാണ് നമ്മൾ കൊടുക്കുന്നത്. എസ് സ്ട്രോക്ക് ഇങ്ങനെയാണ് വരക്കുന്നത്. അതായത് ഇവിടെ 1/2 നുക്തൻ്റെ ഗ്യാപ്പ് ഉണ്ട്, പക്ഷേ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇല്ലാതെ വരക്കുന്നത്. എന്നിട്ട് ഇവിടെ തന്നെ കലം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മുകൾക്ക് റൗണ്ട് ചെയ്ത് വരച്ചു. പിന്നെ ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമുക്ക് വേറെ ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഇതിനും നമ്മൾ ഹിലിയ താജ് കൊടുക്കുന്നുണ്ട്. നേരത്തെ അലിഫിന് ചെയ്ത പോലെ തന്നെ ഇവിടെ വരക്കുക.
എന്ത് ചെയ്യുക, ഒരു കുഞ്ഞ് അലിഫിൻ്റെ അത്ര തന്നെ താജും ഹിലിയും നീളം വേണ്ട. ഇതാണ് ബാ മുസ്തൽഖി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് നുക്ത ഇല്ലാണ്ട് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ചെരിവ് വരുന്നുണ്ട്. ഇതിന് ഇവിടെ കലമ് വെച്ച് എന്നിട്ട് ഇവിടെ തന്നെ കലമ് വെച്ച് റൗണ്ട് ചെയ്ത് ഇങ്ങനെയാണ് വരച്ച് പഠിക്കുക. ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കുഞ്ഞു ഹിലിയ കുഞ്ഞു താജ് കൊടുക്കുകയാണ്. ഇതാണ് ബാ മുസ്തൽഖി. ഇപ്പോൾ ഇതിൽ നമുക്കറിയാം, നമ്മൾ ചില ബിസ്മി എന്നൊക്കെ എഴുതുമ്പോൾ ഇങ്ങനത്തെ കാണാറുണ്ട്. സീന് ഇതിൻ്റെ കൂടെ കൂട്ടിയിട്ടാണ് എഴുതുന്നത്. ഇത് കൊടുക്കുന്നത് മീമാണ്. ഇങ്ങനെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊക്കെ വരുന്നതിൽ ഇവിടെ എന്ത് ചെയ്യാം, ഒരു ഹിലിയ താജ് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ ഒരു പുള്ളി ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഇപ്പോൾ ഒരു ഹർക്കത്തുകൾ ഇടുകയാണെങ്കിൽ ഹർക്കത്തുകൾ ഇടാൻ നമ്മൾ വേറൊരു കലമ യൂസ് ചെയ്യുക കേട്ടോ. നമ്മൾ എഴുതുന്ന കലമായിട്ട് തന്നെ ഹർക്കത്തുകൾ ഇടൂല. നമ്മൾ എഴുതുന്ന കലമിൻ്റെ 1/3 ഭാഗം കൊണ്ടാണ് ഹർക്കത്തുകൾ എഴുതുക കേട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതാണ് ബാ മുസ്തൽഖി വരുന്നത്. ഇനി അടുത്ത ലെറ്റേഴ്സാണ്. അപ്പോൾ നമ്മൾ അലിഫും ബാവും പഠിച്ചു. അടുത്ത ലെറ്റേഴ്സാണ് ജീമ്. ജീമ് 2 വിധത്തിലാണ് വരുന്നത്. ജീമ് മുർസലുണ്ട്, ജീമ് മജ്മൂയുണ്ട്. ഈ ഒരു ജീമ് പഠിച്ചാൽ തന്നെ നമുക്ക് ജീമ് ഹാഹ് ഹാ പുള്ളികളുടെ വ്യത്യാസത്തിൽ നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ജീമ് കാണിക്കുന്നില്ല. രണ്ടാമത്തെ ജീമായ ജീമ് മജ്മൂയാണ് കാണിക്കുന്നത്. ജീമ് മജ്മൂക്ക് 7 നുക്ത താഴേക്കും 5 നുക്ത മുകളിലുമാണ് വരുന്നത്. ആ ഒരു ജീമാണ് ആദ്യം കാണിക്കുന്നത്. ജീമ് മജ്മൂക്ക് 7 നുക്ത താഴേക്കും മുകളിൽ ജസ്റ്റ് ഒരു 5 നുക്തിയാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യാണ്, ഒരു എസ് സ്ട്രോക്ക് ഇങ്ങനെ ചരിച്ചിട്ട് ഈ ഒരു സെൻറ്ററിലേക്ക് കൊടുക്കണം. ഒരു എസ് സ്ട്രോക്ക് ചരിച്ചിട്ട് സെൻറ്ററിലേക്ക് കൊടുത്തു. ഇനി ഇവിടെ തന്നെ കലം വെച്ച് ഇവിടുന്ന് ഇതേപോലെ ഒരു സ്ട്രൈറ്റ് പോലെ വരച്ചിട്ട് ലാസ്റ്റ് ഭാഗം മാത്രം ഒന്ന് കുറച്ച് ചെറുതായിട്ടൊന്ന് താഴ്ത്തുക. ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ വരച്ചു കൊടുത്തു. എന്നിട്ട് ഇവിടെ തന്നെ കലമ് വെച്ച് ഇതുമ്മക്കൂടെ ഈ സ്ട്രോക്കുമ്മക്കൂടെ അങ്ങനെ വന്ന് ഈ ഒരു 2 നുക്തൻ്റെ പുറകുന്ന 2 നുക്തൻ്റെ ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, താഴ്ത്തി കൊടുക്കുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ തന്നെ കലമ് വെച്ച് ഈ സ്ട്രോക്കുമ്മക്കൂടെ ഇങ്ങനെ വന്നു കറക്റ്റ് ഈ 2 നുക്തൻ്റെ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങോട്ടേക്ക് താഴ്ത്തി കൊടുത്തു. ഇതുപോലെ വരച്ചു കൊടുത്തു. ഇവിടെ തന്നെ കലം വെക്കുക, റൗണ്ട് ചെയ്തിട്ട് താഴത്തെ ലൈനുമ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് മുകൾക്ക് ഇതുപോലെ വീണ്ടും നമ്മൾ റൗണ്ട് ചെയ്ത് വരച്ചു കൊടുത്തു. എന്നിട്ട് ഇവിടുന്ന് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇന്നലെ പഠിച്ച 15ാമത്തെ എസ് സ്ട്രോക്ക് ഉണ്ടല്ലോ, ഒരു ചെറിയ ഒരു എസ് പോലെ തോന്നിക്കുന്ന ആ ഒരു സ്ട്രോക്ക് നമ്മളിവിടെ വരച്ചു കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ഇവിടെ ഇങ്ങനെ
ഒരു നുക്തക്കുള്ള സ്പേസ്, അതേപോലെ ഇവിടെയും കറക്റ്റ് ഒരു നുക്തക്കുള്ള സ്പേസ് ഉണ്ടാവും. ഈ ഒരു വിടങ്ങനായിട്ട് ഒരു കറക്റ്റ് 2 നുക്തക്കുള്ള സ്പേസ് ഉണ്ടാവും. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ ഒരു 5 നുക്തക്കുള്ള സ്പേസാണ് ഇതിൻ്റെ ഉള്ളിൽ. നീളത്തിൽ 5 നുക്തക്കുള്ള സ്പേസ് ഉണ്ടാവും. ഇതാണ് ജിമ മജ്മുഅ. ഇത് നമ്മൾ നുക്ത ഇല്ലാണ്ട് വരക്കുകയാണെങ്കിൽ ജസ്റ്റ് അങ്ങനെ ഒരു എസ് സ്ട്രോക്ക് വരച്ചു കൊടുത്തു. ഇവിടെ തന്നെ കലം വെച്ച് അങ്ങനെ വരച്ചു കൊടുത്തു. ഇവിടെ തന്നെ കലം വെച്ച് ഈ സ്ട്രോക്കുമ്പോൾ കൂടെ കുറച്ച് കണ്ട് വന്നിട്ട് ഇതുപോലെ താഴ്ത്തി കൊടുക്കുക. എന്നിട്ട് ഇവിടെ തന്നെ കലം വെച്ച് റൗണ്ട് ചെയ്ത് മുകൾക്ക് ഉയർത്തി കൊടുക്കുക. അതുപോലെ മുകൾക്ക് ഉയർത്തിയിട്ട് ഈ ഒരു എസ് സ്ട്രോക്ക്